ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു DIY ഷുഗർ, എന്താണ് അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഈ ഷുഗർ ടീ എന്നൊക്കെ എഴുതി വെക്കുന്നൊരു ബോട്ടിലില്ലേ, അതാട്ടോ സംഭവം. അതിനെന്തോ പേരുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്ന്. വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്യണത്. ഞാനത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു ബോട്ടിലിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് DIY ആയിട്ട് എൻ്റെ ചെറിയൊരു ചിലവിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക. അതിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നല്ല റൗണ്ട് ഷേപ്പ് അങ്ങനെയൊക്കെയുള്ള ബോട്ടിലായിരിക്കും കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവുക. എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക. ശേഷം ഇങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് എന്താവും പിൻട്രസ്റ്റിൽ കിട്ടും. അത് ഞാൻ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിൻട്രസ്റ്റിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് ഞാൻ നോർമൽ പ്രിൻ്റാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് GSM പേപ്പറിലൊക്കെ പ്രിൻ്റ് എടുക്കുക, പക്ഷെ ഞാൻ നോർമൽ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പിക്ചർ ഒരുപാട് നല്ല ടൈപ്സിൽ പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി. എനിക്കിത് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്തു, ഞാനത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കഴുകി കളയുമ്പം പോവില്ലേ എന്നുള്ളത്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ സെല്ലോ ടാപ്പില്ലേ, സെല്ലോ ടാപ്പിൻ്റെ വീതി കൂടിയിട്ടുള്ള ടാപ്പ്, ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഇതിനെ മേലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പിന്നെയാണ് എനിക്ക് ഐഡിയ തോന്നിയത് ഇത് കഴുകുമ്പോൾ പോവില്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ സെല്ലോ ടാപ്പ് കൂടെ ഒട്ടിച്ചു കൊടുത്താൽ വേറെ ഡാമേജ് ഒന്നും വരില്ല. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ശേഷം ഞാനത് അങ്ങനെ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിവിടെ ചെറിയൊരു ക്രിസ്റ്റലാണോ അറിയില്ല, ഒരു സംഭവം, ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ആ ഒരു സംഭവം ഞാൻ സ്റ്റേഷനറിയിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അത് ഞാൻ ഇവിടെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മുത്തോ അല്ലെങ്കിൽ സ്റ്റോണോ അങ്ങനെ വീട്ടിലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഇതും ഭംഗിയുണ്ടാവും കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ പുഴയുടെ അടുത്ത് കാണുന്ന കല്ലില്ലേ, അല്ലെങ്കിൽ വെള്ളാരം കല്ല്, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം എന്ത് ചെയ്യുക, ഈ മേലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിയ സമയത്ത് ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു, പിന്നെ അത് കഴുകിയപ്പോൾ പോയി. മീഷോന്ന് വാങ്ങിക്കുന്ന എപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു സ്മെല്ലില്ലാതെ കിട്ടില്ല എന്ന് തോന്നില്ലേ, ഒരു പൊട്ട സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, ഞാൻ നല്ലോണം ലിക്വിഡും ചെറുനാരങ്ങയൊക്കെ യൂസ് ചെയ്ത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയപ്പം ആ ഒരു സ്മെല്ല് പോയിട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടോടെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ അങ്ങനെ എന്തെങ്കിലും വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. എന്തായിട്ടും കുറച്ച് നല്ല ഗ്ലൂ ആയിരിക്കണം യൂസ് ചെയ്യണത്, കാരണം പ്ലാസ്റ്റിക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പേപ്പറല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെക്ക് ഞാൻ 3 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ടീയും കോഫിയും ഷുഗറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൽ ചെയ്തു കൊടുത്താൽ മതി. പിന്നൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ ഒരു സ്റ്റിക്കർ നമുക്ക് മീഷോയിലും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ബോട്ടിൽസിൻ്റെയും എല്ലാ ഐറ്റംസിൻ്റെയും പേര് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കർ പ്രിൻറ്റും എടുക്കാൻ പറ്റും, നനയുമ്പോൾ പോകാത്ത. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.